ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിന്റെ ഫസ്റ്റ് യൂണിറ്റ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് ഇൻട്രോ. അപ്പം നമുക്ക് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിന്റെ ബാക്കി അടുത്തിനി പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ റെയർ ആയിട്ട് 10 മാർക്കിന്റെ എസ്ഐക്ക് പണ്ട് കാലത്ത് ചോദിച്ചിട്ടുണ്ട്. അതും 10 മാർക്കിന് എന്ന് പറയുമ്പോൾ അതിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാകും. അതിന്റെ മൂന്നാമത്തെ പാർട്ടായിട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് എന്നുള്ളൊരു പോർഷനും കൂടെ ചേർത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. എന്നാൽ ഇതിനകത്ത് എന്താണ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ എന്തൊക്കെ നിങ്ങളെ പഠിപ്പിച്ചോ ആ പോയിന്റ്സുകൾ തന്നെയാണ്. ഞാൻ ഇന്നലെ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞില്ലേ, ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് എന്ന് പറയുന്നത്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് ഇവിടെ നോക്കുക. ഇവിടെ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. വേരിയബിൾസ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത്. അതിൽ തന്നെ മെയിൻ ആയിട്ട് ഇന്റേണൽ വേരിയബിൾസ് എന്നും എക്സ്റ്റേണൽ വേരിയബിൾസ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കുന്നു. ഇന്റേണൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാം. മെയിനായിട്ട് ഫാക്ടേഴ്സിന് ഇന്റേണൽ വേരിയബിൾസ് എന്നും എക്സ്റ്റേണൽ വേരിയബിൾസ് എന്നും തിരിക്കുന്നു. അതിൽ ഇന്റേണൽ വേരിയബിൾസിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ബയോളജിക്, സൈക്കോളജിക്കൽ, കൊഗ്നിറ്റീവ് ഡയമെൻഷൻസ്, അതായത് നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും കൊഗ്നിറ്റീവ് ഫാക്ടേഴ്സും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇന്റേണൽ ഇമ്പാക്ട് ഓഫ് ഇൽനെസ്. അല്ലെങ്കിൽ നമ്മുടെ സ്വയം നമ്മൾ ചിന്തിക്കുക, അമ്മയ്ക്കോ അച്ഛനോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് വീട്ടിലൊരു അസുഖം വന്നാൽ അത് എത്രത്തോളം വീട്ടിനെയും നിങ്ങളെയും എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇത് ഓരോ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതുവരെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആദ്യമേ ഒന്നും ഡിലേ ചെയ്യാതെ അന്നു തന്നെ പഠിച്ചു പോവുക. നമ്മൾ ഈ ഒരു അടുത്ത ക്ലാസ്സിൽ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ഫണ്ടമെന്റൽസ് ഓഫ് 2ന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. നിങ്ങൾക്കറിയാം ഹെൽത്ത് അസസ്മെന്റ്, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സാണ്. മാക്സിമം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കും. കാരണം നിങ്ങൾക്കത് കേസ് സ്റ്റഡിയൊക്കെ അടുത്ത് നിങ്ങൾക്ക് കേസ് സ്റ്റഡി കെയർ പ്ലാനൊക്കെ എഴുതുന്ന സമയത്ത് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 2ന്റെ യൂണിറ്റ് 1. ഓക്കെ, ഹെൽത്ത് അസസ്മെന്റ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിലെല്ലാ പോയിന്റ്സും നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത്, ഇൽനെസ്, ബിഹേവിയർ, ഇമ്പാക്ട്, എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് മേ ബി ആസ്ക്ഡ് ഫോർ എസ്സേ, ഷോർട്ട് ആൻസർ ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്സ് ഓൾസോ. ഇതിൽ ഞാൻ അവിടുത്തെ പ്രത്യേകിച്ച് MCQs ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഞാൻ പഠിപ്പിച്ച സമയത്ത് MCQ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അടുത്ത ചാപ്റ്റർ വരുമ്പോൾ അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാനവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്കത് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഈ ഒരു കോഴ്സിൽ ഷെയർ ചെയ്യുന്ന ഒരു മെറ്റീരിയലും മറ്റു ഫ്രീ ആയിട്ട് കുട്ടികൾക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഏതെങ്കിലും കുട്ടികൾക്ക് ഇത് കിട്ടിയെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാനത് ഷെയർ ചെയ്ത് നിർത്തും, ക്ലാസ് മാത്രമാക്കും. ഓക്കെ, ക്ലാസ് ആവുമ്പോൾ നിങ്ങൾക്ക് ആർക്കും കൊടുക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.